തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തെ ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാല പൂട്ടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. മുടങ്ങിക്കിടക്കുന്ന മതപാഠശാലകൾ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാരും ദേവസ്വവും തയ്യാറാകണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമാണ് ദേവസ്വം ബോർഡെന്നും ശശികല ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. അതിപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒന്ന്, മതപാഠശാലകൾ പുനരാരംഭിക്കണം. അതിനുവേണ്ടിയുള്ള ഫണ്ട് ഉണ്ടെങ്കിലും ആ ഫണ്ടൊക്കെ ലാപ്സായി പോവുകയാണ്. അപ്പോൾ ഒരു സാധാ ക്ഷേത്രങ്ങളിൽ മതപാഠശാല പോലും നടത്താത്തവർ വേദാന്ത സർവകലാശാലയെ പറ്റി എന്താണ് ചിന്തിക്കുക? അത് വളരെ മുൻപ് തന്നെ, കാരണം വേദാന്ത സർവകലാശാല നടത്താനുള്ള ഉത്തരവാദിത്വം ശരിക്കും ദേവസ്വം ബോർഡിനാണ് ഉള്ളത്. അപ്പോൾ അവർ വളരെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആ കാര്യം നടത്തണം. കാരണം ഇതൊന്നും പഠിപ്പിക്കുകയും ചെയ്യാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന വലിയ ക്ഷേത്രങ്ങൾ നടത്തുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. അവരതിൽ മുൻകൈ എടുക്കുകയും വേണം. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തലസ്ഥാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അതെ, പ്രശാന്ത് തന്നെയാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് കൊണ്ടുവന്നത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു മതപാഠശാല അടഞ്ഞു കിടക്കുന്നു, അവിടെ മാലിന്യങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നു, അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള വാർത്ത. അതേ തുടർന്ന് ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പാണ് ഹിന്ദു ഐക്യവേദി ഇക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ശശികല ടീച്ചറുടെ വാക്കുകളിലത് വ്യക്തവുമാണ്. അപ്പോൾ എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ പ്രശാന്തേ? നമസ്കാരം വിനോദ്, രാഖി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ഇത്തരത്തിൽ വേദാന്ത സംസ്കൃത പാഠശാല നിലനിന്നിരുന്നത്. നിലവിൽ ആ സ്ഥാനത്ത് ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ഉള്ളത്. ഇത് ജനം ടി വി പുറത്തു കൊണ്ടുവന്നിരുന്നു. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. എന്തായാലും അതിലാണ് ശക്തമായൊരു പ്രതിഷേധം ഇപ്പോൾ ഹിന്ദു ഐക്യവേദി രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായും വലിയ വലിയ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബോർഡ് എന്ന നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ ഹിന്ദുമത പാഠശാലകൾ, മതപാഠശാലകളും അതോടൊപ്പം തന്നെ വേദാന്ത സർവകലാശാലകൾ പോലെയുള്ളവ നടത്തുവാനുള്ള ആർജവമുണ്ട്. അതോടൊപ്പം തന്നെ നടത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്രയധികം ക്ഷേത്രങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇത്തരത്തിൽ ഹൈന്ദവ ആചാര അനുഷ്ഠാന പദ്ധതികളെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ ഈ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. അത് ഹൈന്ദവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്നത് ഇത്തരത്തിൽ സർവകലാശാലകളും അതോടൊപ്പം തന്നെ വേദാന്ത പാഠശാലകളും മതപാഠശാലകളും അടക്കം പുനരുജ്ജീവിക്കാനുള്ളൊരു നടപടി ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കടക്കം ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പല വിവിധ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ പാഠശാലകൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം കൂടി ഹിന്ദു ഐക്യവേദി രേഖപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരം പാഠശാലകൾ മുടങ്ങിക്കിടക്കുമ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണം നടത്തിയത് പിണറായി സർക്കാരാണ്, ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള പാഠശാലകളെല്ലാം പൂട്ടേണ്ട നിലയിലേക്ക് എത്തിയിരുന്നു. യാതൊരു വിധ ഫണ്ട് അനുവദിക്കുകയോ അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങൾ നൽകുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇതോടുകൂടി തന്നെയാണ് പാഠശാലകൾ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഏതായാലും തുടർന്ന് ഇനി ഒരു പുതിയ സർക്കാർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ പാഠശാലകളെ പുനരുജ്ജീവിപ്പിക്കുവാനൊരു നീക്കം നടത്തണം. അത് അടിയന്തര നീക്കം എന്ന നിലയിൽ നടത്തണം. അതോടൊപ്പം തന്നെ പുതിയ പാഠശാലകൾ സ്ഥാപിക്കുകയും മറ്റ് ക്ഷേത്രങ്ങളിലടക്കം ഇത്തരത്തിൽ താന്ത്രികവും വേദാന്തവും അടക്കം പഠിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു സാഹചര്യം ഒരുക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മതപാഠശാല പൂട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ജനം ടി വി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഹിന്ദു ഐക്യവേദിയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്.